അപ്പോൾ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം വനിതാ തിയേറ്ററിൽ വെച്ചിട്ട് നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കൽക്കി എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ്റെ പ്രായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വ്യക്തി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസ് വൈറലായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസിന് എതിരെ ഞാനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു വ്യക്തിയെ നേരിട്ട് കാണാൻ സാധിച്ചത്. ആ ഒരു വ്യക്തിയോട് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതിനുള്ള മാന്യമായ മറുപടികൾ അദ്ദേഹം പറഞ്ഞായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും ഒരു പ്രേക്ഷകൻ പ്രതികരിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കൂ. കൽക്കി എന്ന് പറയുന്ന ആ ഒരു മഹാചിത്രത്തിൽ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പ്രായത്തെ അപമാനിച്ചുകൊണ്ട് കുറച്ച് മോശമായ വീഡിയോസുകളും കമന്റ്സുകളും മീഡിയകളിലൂടെ വൈറലായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ്, ആ ഒരു അപമാനിക്കലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറിയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കമലഹാസൻ സാറിനെ പോലെ തന്നെ അല്ലേ നമ്മൾ മലയാളികൾ അംഗീകരിക്കുന്ന ഒരു നടനാണ് അമിതാഭ് ബച്ചൻ സാറ് അല്ലേ. കാണ്ഡഹാർ എന്ന് പറഞ്ഞ മൂവിയിൽ ലാലനോടൊപ്പം തന്നെ മത്സരിച്ച് അഭിനയിച്ചു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള അദ്ദേഹം അത്ര പ്രായം കൊണ്ട് നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കണക്കിലെടുത്താൽ അതുപോലെ അധിക്ഷേപിക്കാനുള്ള യോഗ്യത അവന്മാർക്കുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത വേഷങ്ങൾ ഷോലെ പോലത്തെ മൂവീസ് ഒക്കെ നമ്മൾ ചെറുപ്പം പോലെ ആരാധനയോടെ കണ്ടാണ്. എത്ര തവണ കണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ കുഞ്ഞുനാളിൽ കണ്ട് VCR കിട്ടി കാണുമ്പോൾ ആ പടമായിരിക്കും വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ട് ഒരുപാട് തവണ കണ്ട ഒരു മൂവിയാണ്. അപ്പൊ അപമാനിച്ച് ഭയങ്കര മോശമായി. ഇത് ആരാണെങ്കിലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലൊരു ജനം അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ആരാധന നമ്മുടെ മമ്മൂക്ക സാറിനെ പോലെ ആരാധിക്കുന്ന ഒരാളാണ് അമിതാഭ് ബച്ചൻ സാറെ. അദ്ദേഹത്തെ കളിയാക്കി ഏത് മറ്റേ ഓനായാലും ഭയങ്കരമായിട്ടത് ഭയങ്കര മോശമായ കാര്യമാണ്. ശരിക്കും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, തീർച്ചയായിട്ടും വേൾഡിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു മാന്യത്വത്തിന്റെ വ്യക്തിത്വമുള്ള ആ ഒരു വ്യക്തി. തീർച്ചയായിട്ടും അതേപോലെയുള്ള അഭിനേതാക്കളെ, ആക്ടേഴ്സിനെ അധിക്ഷേപിക്കുന്നത് വളരെ മോശമാണ് എന്നുള്ള കാര്യമാണ് ആ ഒരു പ്രേക്ഷകൻ ഓപ്പണായിട്ട് പറഞ്ഞത്. എനിക്കതേ പറയാനുള്ളൂ. ശരിക്കും ഒരു അഭിനേതാവിന്റെ പ്രായം ബഹുമാനിക്കണം. പ്രായത്തെ വെച്ചാണോ അഭിനയ കഴിവ് അളക്കേണ്ടത്? പ്രായത്തെ വെച്ചിട്ടല്ല, പ്രായമാകുമെന്ന് പറയും. പ്രായമായാലും അദ്ദേഹത്തിന് അഭിനയം കൂടി വരുവുള്ളൂ. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്താണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ മമ്മൂക്ക അതേപോലെ തന്നെയാണ്. അദ്ദേഹത്തെ നമ്മൾ അധിക്ഷേപിക്കാറില്ല. ഇനിയും ഒരുപാട് സിനിമ ചെയ്യാം അമിതാഭ് ബച്ചൻ സാറ്. കാരണം അതുപോലെ ഏത് ക്യാരക്ടറും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ സാറ്. അതുപോലെ പൊക്കും എല്ലാം സൗന്ദര്യം കൊണ്ടും എല്ലാം നമുക്ക് മലയാളികൾ നെഞ്ചിലേറ്റിയൊരു നടനാണ് അല്ലേ. ഒരു പരസ്യം തന്നെയുണ്ട് മഞ്ജു വാര്യരോടൊപ്പം. ആ പരസ്യം മഞ്ജു ചേച്ചിയോടൊപ്പമുള്ള പരസ്യം എത്ര പേര് കണ്ടു മലയാളീസ് അല്ലേ? തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിനുള്ള റെസ്പെക്ട് തന്നെയാണ്. ഇതേപോലുള്ളവർ ഒരുപാട് പേര് മറ്റു തരങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം മാസാണ്, അമിതാഭ് ബച്ചൻ മാസാണ്. അദ്ദേഹത്തിന്റെ ഒരു ലെവലിനെ അളക്കാൻ കൂടി സാധിക്കാത്ത ഒരു തലത്തിലാണ് അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് അളക്കാൻ പറ്റുന്നില്ല, ഒരു തന്നെ അളക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ത്രാസിട്ടല്ല അളക്കാൻ പറ്റില്ല. ആ ത്രാസിന് മുമ്പിൽ പോകും. അതുപോലത്തെ ആളാണ്, വേറെ ലെവലാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും അമിതാഭ് ബച്ചനെ മാത്രമല്ല, പ്രായമേറിയ ഒത്തിരി അഭിനേതാക്കളെ ഈ മീഡിയകളിലൂടെ വളരെ മോശമായ രീതിയിൽ പ്രതികരണങ്ങളും മോശമായ കമന്റ്സുകളും ഒത്തിരി വന്നു ചേരുന്നത് നമ്മൾ നേരിൽ കാണുന്നതാണ്. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഒരു അഭിനേതാവിൻ്റെയും ഒരു കലാകാരൻ്റെയും പ്രായത്തെ അളന്നല്ല അവൻ്റെ കഴിവിനെ അളക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ബോക്സിൽ വരിക.